വീട്ടലങ്കാരങ്ങളാവട്ടെ മറ്റു കരകൗശലങ്ങളാവട്ടെ അല്പം താല്പര്യമുണ്ടെങ്കിൽ സ്വയം പഠിച്ചെടുക്കാവുന്നതേയുള്ളൂ. കാണാം സിന്ദൂരത്തിന്റെ അടുത്ത സെഗ്മെന്റ് ക്രാഫ്റ്റ് ടീച്ചർ. നമസ്കാരം. ക്രാഫ്റ്റ് ടീച്ചറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പലതരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ നമ്മൾ കാണാറുണ്ട്. ഗ്ലാസ് പെയിൻറ്റിങ്ങും അതുപോലെയുള്ള പെയിൻറ്റിങ്ങുകൾ നമ്മൾ ക്രാഫ്റ്റ് ടീച്ചറിലൂടെ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു പെയിൻറ്റിങ്ങാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, ഗ്ലൂ പെയിൻറ്റിങ്. ഗ്ലൂ പെയിൻറ്റിങ്ങിൻ്റെ ക്രാഫ്റ്റ് നമുക്കായി പറഞ്ഞു തരുന്നു നയന. ഹായ്. അപ്പോൾ ഇന്ന് ഗ്ലൂ പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത? ഇത് നമുക്ക് ഞാനിപ്പോൾ OHB ഷീറ്റിലാണ് കാണിക്കുന്നത്. എന്താണ് OHB ഷീറ്റ്? OHB ഷീറ്റ് അല്ലേ? ഓക്കെ. അത് പിന്നെ നമുക്ക് മിററിൽ ചെയ്യാം, ഗ്ലാസ്സിലും ചെയ്യാം. അപ്പോൾ ഇത് മൂന്ന് ചെയ്താലും മൂന്നിലും ഡിഫറെന്റ് അപ്പിയറൻസ് ആണ്. ശരി, കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. OHB ഷീറ്റിൽ ചെയ്യാം, OHB ഷീറ്റ് കൊടുക്കാം. ഗ്ലാസ് പൊട്ടാനുള്ള പേടിയൊന്നും വേണ്ട. ഓക്കെ. അപ്പോൾ പല പ്രതലത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ് ആണ് ഗ്ലൂ പെയിന്റിംഗ്. OHB ഷീറ്റിൽ ചെയ്യാം, ഗ്ലാസ്സിൽ നമ്മൾ മുഖം നോക്കുന്ന ഗ്ലാസ് ഉണ്ട്, കണ്ണാടി ഉണ്ടല്ലോ, കണ്ണാടിയിൽ ചെയ്യാം. അതുപോലെ ഇത് എന്തിലാണ് ചെയ്തിരിക്കുന്നത്? നോർമൽ ഗ്ലാസ്സിലും ചെയ്യാം. ഗ്ലാസ് പെയിന്റിംഗ് പോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഓരോ പ്രതലത്തിൽ ചെയ്യുമ്പോഴും ഓരോ ഭംഗിയാണ് ഇതിന് വരിക, ഓരോ ഫിനിഷാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ OHB ഷീറ്റിലാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഗ്ലാസ് ലൈനർ വേണം, മെറ്റാലിക് ലൈനർ, ഗോൾഡൻ കളർ, പിന്നെ ഇത് ഫാബ്രിക് ഗ്ലൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഫാബ്രിക് ഗ്ലൂ, ഗ്ലാസ് പെയിന്റ്സ്, ഇതെന്തായാലും ഔട്ട്ലൈനർ. ഓക്കെ, ഇത് ഔട്ട്ലൈൻ ചെയ്യാൻ പോകണം. ശരി. ജസ്റ്റ് പിക്ചർ ഒരെണ്ണം ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിക്ചർ ജസ്റ്റ് വെച്ചിട്ട് ഒരു പൂവിന്റെ ചിത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് OHB ഷീറ്റിൽ ചെയ്യാം. OHB ഷീറ്റ് മുകളിൽ വെച്ചിട്ട് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് ഗ്ലാസ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാം അല്ലേ? ഓക്കെ. ചെറിയ കുട്ടികൾക്ക് വരെ പഠിക്കാൻ എളുപ്പമുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, കുറച്ച് സമയവും ശ്രദ്ധയും നമ്മളുടെ ഒരു ഇഷ്ടവും കൂടി താല്പര്യവും കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഗോൾഡൻ കളർ ഔട്ട്ലൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഏത് കളർ ഉപയോഗിക്കാം, മെറ്റലോ കറുപ്പോ ഏത് കളർ ഉപയോഗിക്കാം നമ്മളുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ ഗോൾഡൻ കളറിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കളർ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഫിനിഷായി അല്ലേ? OHB ഷീറ്റിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. ട്രാൻസ്പെറൻ്റ് ആയ ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ ചിത്രം വെച്ച് ഏത് ചിത്രമാണോ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ ഇഷ്ടം, അതിപ്പോൾ പൂക്കളുടെ ചിത്രമാണ് ഇത് വെച്ചിരിക്കുന്നത്, അത് അതിൻ്റെ മേലെ OHB ഷീറ്റ് വെച്ചിട്ട് വരച്ചെടുത്തിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ് സമയം എടുക്കും ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇത് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ OHB ഷീറ്റിൽ ചെയ്ത അങ്ങോട്ട് പ്രോഡക്റ്റ് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ഉണങ്ങാൻ സമയമെടുക്കും. ഇത് നമ്മൾ ഗ്ലാസ്സിൽ ചെയ്ത് മുഖം നോക്കുന്ന മിററിൽ തന്നെ ചെയ്ത ഒരു ഔട്ട്ലൈനറാണ്. അപ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫിനിഷായ പ്രോഡക്റ്റിൽ നമുക്ക് ഇനി ബാക്കി വർക്ക് ചെയ്യാം അല്ലേ? അതെ അതെ. ഇതിൽ ഫാബ്രിക് ഗ്ലൂ ഇടാൻ പോവാണ്. ഇത് ഗ്ലൂ നമ്മൾ വെറുതെ സ്പ്രെഡ് ചെയ്യല്ല ചെയ്യുന്നത്, ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുക്കണം. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഔട്ട്ലൈനുകൾ പൂർണ്ണമായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഫാബ്രിക് ഗ്ലൂ ചെയ്യുമ്പോൾ വെറുതെ അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. ഡോട്ട്സ് ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ടിട്ട് പോകണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്ലവറിന് റെഡും ഗോൾഡൻ യെല്ലോ കളറും, ലീഫിന് ഗ്രീനും ലെമൺ യെല്ലോ കളറുമാണ് ചെയ്യാൻ പോകുന്നത്. ഗ്ലാസ് പെയിൻ്റ് എന്ന് ചോദിച്ച് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഗ്ലാസ് പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുക. സെറ്റായ ഫാബ്രിക് ഗ്ലൂവിൻ്റെ മേലെ ആണ് ഈ ഒരു ഗ്ലാസ് പെയിൻറ് നമ്മൾ ചെയ്യുന്നത്. ഗ്ലൂ സെറ്റ് ആവണം, അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സെറ്റായില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഭംഗി കിട്ടില്ല. ഒന്ന് ഉണങ്ങാത്തത് കൊണ്ടാണ് അതൊന്ന് സെറ്റാവാനും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന പോലെ തോന്നുന്നത്. ഫാബ്രിക് ഗ്ലൂ സെറ്റ് ആവേണ്ട സമയമുണ്ട്. അപ്പോൾ അതല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റാവും. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ കംപ്ലീറ്റ് ആയ ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇത് മിററിലാണ് ചെയ്തതെങ്കിൽ ഇത് സാധാരണ നോർമൽ ഗ്ലാസ്സിൽ ചെയ്തതാണ്. കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. പൂക്കളെല്ലാം
അതിനൊരു പ്രത്യേക ഫിനിഷാണ് ഗ്ലൂ പെയിൻറ്റിങ്ങിന്. അപ്പോൾ നമുക്ക് 3 തരത്തിൽ ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞു. OHP ഷീറ്റ് വെച്ച് ചെയ്യാം, മിററിൽ ചെയ്യാം, നോർമൽ ഗ്ലാസ്സിലും ചെയ്യാം. പിന്നെ ഇതുപോലെ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കണ്ടു കഴിഞ്ഞാൽ. സാധാരണ മറ്റ് പെയിൻറ്റിങ്ങുകളെക്കാൾ കുറച്ചുകൂടി ആകർഷണീയത ഉള്ള ഒരു പെയിൻറ്റിങ്ങാണ് ഗ്ലൂ പെയിൻറ്റിങ്. അപ്പോൾ 3 പ്രതലത്തിൽ ചെയ്യാൻ പറ്റുന്ന ഗ്ലൂ പെയിൻറ്റിങ്, വളരെ മനോഹരമായ ഗ്ലൂ പെയിൻറ്റിംഗ് ആണ് നമ്മളിന്ന് കണ്ടത്. തീർച്ചയായിട്ടും ഒരു വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നയന, താങ്ക് യു സോ മച്ച് ഈ ക്രാഫ്റ്റ് പഠിപ്പിച്ചു തന്നതിന്. അപ്പോൾ ഈ ക്രാഫ്റ്റ് നന്നായിട്ട് പരീക്ഷിച്ച് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അഴകാർന്ന മറ്റൊരു ക്രാഫ്റ്റുമായി വീണ്ടും ക്രാഫ്റ്റ് ടീച്ചറിലൂടെ കാണാം. അതുവരെ ബൈ.